വർഷങ്ങളായി കൊണ്ടു നടക്കുന്ന ഒരു ഉത്കണ്ഠയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഒരു ക്യൂരിയോസിറ്റിയെക്കുറിച്ച്. ആ ഉത്കണ്ഠ നമ്മുടെ രാജ്യത്തെ ഭരണകക്ഷിയെക്കുറിച്ചോ ഭരണകക്ഷിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചോ ഉള്ളതല്ല. അത് നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികളെക്കുറിച്ച്, അതല്ലെങ്കിൽ അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയായ കോൺഗ്രസിനെ കുറിച്ച്, അതിൻ്റെ നേതാവായ പ്രതിപക്ഷ നേതാവായ ശ്രീ രാഹുൽ ഗാന്ധിയെക്കുറിച്ച്, അതിനു പുറമെ കേരളത്തെ പ്രതിനിധീകരിച്ചു പോയ 20 മലയാളികളായ MP-കളെക്കുറിച്ചും എല്ലാമുള്ള ഒരു ഉത്കണ്ഠയാണ് ഇവിടെ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. 2026 ഓഗസ്റ്റ് 11 UP-യിലെ ബദായൂൺ എന്ന സ്ഥലത്ത് ഒരു ഡോക്ടർ തൻ്റെ മഹീന്ദ്ര സ്കോർപിയോയിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു പശുവിനെ യാദൃശ്ചികമായി ഇടിക്കുന്നു. പശുവിന് പരിക്കേൽക്കുന്നു. പിന്നീട് ആ പശുവിനെ ഗോശാലയിൽ കൊണ്ടുപോയി ചികിത്സിച്ചതോടുകൂടി അത് ചത്തുപോവുകയും ചെയ്യുന്നു. ഈ അവസ്ഥയിൽ രോഷാകുലരായ ജനക്കൂട്ടം, അത് ഗോരക്ഷകർ മാത്രമല്ല വഴിയെ പോകുന്നവരെല്ലാവരും കൂടി ഈ ഡോക്ടറെ ആക്രമിക്കാൻ തുടങ്ങുന്നു. പശുവിനെ ഇടിച്ച് അതിനെ പരിക്കേൽപ്പിച്ചതിൻ്റെ പേരിൽ വാഹനത്തോടു കൂടി അദ്ദേഹത്തെ മറിച്ചിടാനുള്ള ശ്രമം നടത്തുന്നതായി വീഡിയോകളിൽ കാണാം. ഏതായാലും ഇതിനൊക്കെ കാഴ്ചക്കാരായി അപ്പുറത്തെങ്ങാണ്ടോ പോലീസുകാർ നോക്കി നിൽക്കുന്നുമുണ്ട്. അതും വീഡിയോയിൽ കാണുന്നതാണ്. ഈ ഡോക്ടർ, അദ്ദേഹത്തിന്റെ പേര് രാഹുൽ സിദ്ധാർത്ഥ് എന്നാണത്രേ. അതായത് അയാൾ ഒരു മുസ്ലിം അല്ല എന്നർത്ഥം. മാത്രമല്ല ഒരു ദളിതും ആവാൻ സാധ്യതയില്ല എന്നതുകൊണ്ട് തന്നെ മോബ് ലിഞ്ചിങ്ങിൽ നിന്ന് അയാൾ തലനാരിഴക്ക് രക്ഷപ്പെട്ടിരിക്കുന്നു. അയാൾ ദളിതനോ മുസ്ലിമോ അല്ലാത്തതിൻ്റെ പേരിൽ മാത്രം വധിക്കപ്പെട്ടില്ല. പക്ഷേ പരിക്കുകളോടെ അയാൾ രക്ഷപ്പെട്ടു. പിന്നീട് ആക്രമിച്ച ജനങ്ങൾ പറയുന്നത് അയാളെക്കുറിച്ചുള്ള പരാതി മദ്യപിച്ച് വാഹനം ഓടിച്ചു എന്നുള്ളതാണ്. എന്നാൽ വൈദ്യ പരിശോധനയിൽ അയാൾ മദ്യപിച്ചിട്ടില്ലായിരുന്നു എന്ന് തെളിഞ്ഞു. പശുവുമായി ബന്ധപ്പെട്ടുള്ള കൊലകളും ജനക്കൂട്ട അതിക്രമങ്ങളും നമുക്ക് വാർത്താ പ്രാധാന്യം തന്നെ നഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഇന്ത്യയിൽ. അത് ഇന്ന് മാത്രമല്ല, BJP ഭരണത്തിൽ കയറിയതിനു ശേഷം മാത്രമല്ല, കോൺഗ്രസ് ഭരണത്തിലും അത് യഥേഷ്ടം നടന്നിട്ടുണ്ട്. അന്ന് ഇത്രയധികം അറിയപ്പെട്ടിരുന്നില്ല, ഈ വിഷയം വേർതിരിച്ച് കാണപ്പെട്ടിരുന്നില്ല എന്ന് മാത്രം. അത് എപ്പോഴും ഇരയായിക്കൊണ്ടിരുന്നത് ദളിതരും മുസ്ലിങ്ങളുമാണ്. അപ്പോഴൊക്കെയും നമ്മൾ രാജ്യത്ത് ഇത്രയേറെ പശു സംരക്ഷണത്തിൻ്റെ പേരിൽ കൊലപാതകങ്ങൾ അരങ്ങേറിയിട്ടും മോബ് ലിഞ്ചിങ്ങുകൾ നടന്നിട്ടും അതിനെക്കുറിച്ച് നമ്മുടെ രാജ്യത്തെ സാധാരണക്കാർ വ്യാകുലപ്പെടുകയോ ആശ്ചര്യപ്പെടുകയോ ചെയ്യുന്നതല്ലാതെ നമ്മുടെ രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ കക്ഷികൾ ഒരിക്കൽ പോലും അതിനെതിരായി ഒരു വാക്ക് പാർലമെന്റിൽ സംസാരിച്ചതായി എൻ്റെ അറിവിലില്ല. പാർലമെന്റ് നടപടികൾ നിരീക്ഷിക്കുന്ന ഒരാളെന്ന നിലക്ക് പോലും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, എന്തെങ്കിലും സംസാരിച്ച് അതിൻ്റെ കടമ തീർക്കുക എന്ന് മാത്രമല്ല, ഈ രാജ്യമാണ് ലോകത്ത് 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് മാംസ കയറ്റുമതിയിൽ. ഗോമാംസമാണെന്നോ മൂരിമാംസമാണെന്നോ പോത്ത് മാംസമാണെന്നോ വ്യത്യാസമില്ലാതെ മൊത്തത്തിൽ ബീഫ് കയറ്റുമതി എന്നാണ് അതിനെ ഉദ്ദേശിക്കുന്നത്. ബീഫ് കയറ്റുമതിയിൽ 35,000 കോടി രൂപ പ്രതിവർഷം സമ്പാദിക്കുന്ന ഒരു രാഷ്ട്രം, ലോകത്തിലെ ഏറ്റവും അധികം ബീഫ് കയറ്റുമതി ചെയ്യുന്ന 2ാമത്തെ ലോകരാഷ്ട്രം. ഈ രാജ്യത്തിനകത്തെ തെരുവുകളിലാണ് ഈ രീതിയിലുള്ള പശുവിന്റെ പേര് പറഞ്ഞുകൊണ്ട്, മൃഗങ്ങളുടെ പേര് പറഞ്ഞ്, നാൽക്കാലികളുടെ പേര് പറഞ്ഞുകൊണ്ട് വഴിപോക്കരെ ഈ രീതിയിൽ നിയമം കയ്യിലെടുത്തുകൊണ്ട് ജനങ്ങൾ കൂട്ടക്കൊല നടത്തുകയും മറ്റു രീതിയിൽ അതിക്രമങ്ങൾ നടത്തുകയും കൊല്ലുകയും ജീവശവങ്ങളാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ പ്രതികരിക്കാൻ എങ്ങനെ പ്രതികരിക്കണമെന്നാണ്? അയ്യോ അയാളെ കൊന്നുപോയേ, അഖ്ലാഖിനെ കൊന്നേ എന്ന് നിലവിളിക്കാനല്ല ആവശ്യപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഈ 35,000 കോടിയുടെ മാംസ കയറ്റുമതി രാജ്യത്ത് നടത്തുമ്പോൾ ആ രാജ്യത്തിന്റെ തെരുവുകളിൽ മാംസത്തിന്റെ പേരിൽ, മാംസം ഭക്ഷിച്ചതിന്റെ പേരിൽ, കൈവശം വെച്ചതിന്റെ പേരിൽ, പശുക്കളെ തെളിച്ചു കൊണ്ടുപോയതിന്റെ പേരിൽ കൊലപാതകങ്ങൾ നടക്കുന്നു എന്ന് എന്തുകൊണ്ടാണ് നാവ് പൊങ്ങാത്തത് പ്രതിപക്ഷത്തിന്? അല്ലെങ്കിൽ ഭരണപക്ഷത്തിന് പുറത്തുള്ള എത്രയോ കക്ഷികളുണ്ട്, മുന്നണി അല്ലാതെയും ഒറ്റക്കും നിൽക്കുന്നവ. ഇതിൽ ഒരാളുടെ പോലും നാവ് ഉയർന്നിട്ടില്ല ഇതേവരെ. ഇനി രാജ്യത്തെ പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസിന്, 54 തുടർച്ചയായ വർഷങ്ങളിൽ രാജ്യം ഭരിച്ച കോൺഗ്രസിന് എന്തുകൊണ്ട് ഇതിനെതിരെ ഒരു സമരം സംഘടിപ്പിക്കാൻ കഴിയുന്നില്ല? മാംസ കയറ്റുമതി കമ്പനികൾക്കെതിരെ ഒന്നുകിൽ മാംസ കമ്പനികൾ പൂർണ്ണമായി അടച്ചുമൂടുക, പശുക്കളെ സംരക്ഷിക്കട്ടെ, അത് വിശ്വാസത്തിന്റെയോ എന്തിന്റെയോ ഭാഗമായിക്കൊള്ളട്ടെ, മാംസം കയറ്റുമതി ചെയ്യാൻ പാടില്ല.
അതിനെതിരെ ആ ഫാക്ടറികളിലേക്ക് സമരം നയിക്കാൻ ഇവർക്കാവുന്നുണ്ടോ? ഇല്ല. ആ കയറ്റുമതിയുടെയും അതിന്റെ ലാഭത്തിന്റെയും അവിടെ ലോകത്തുള്ള രാജ്യത്തിന്റെ 2ാം സ്ഥാനത്തിന്റെയും കാര്യവുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് ഈ സ്ട്രീറ്റിലെ പശുക്കൊല എന്തുകൊണ്ട് താരതമ്യം ചെയ്ത് സംസാരിക്കാൻ പാർലമെന്റിലോ രാജ്യസഭയിലോ ലോകസഭയിലോ നമ്മുടെ പ്രതിപക്ഷങ്ങൾക്ക് ആവുന്നില്ല? ഇതാണ് എൻ്റെ ക്യൂരിയോസിറ്റി, ഇതാണ് എൻ്റെ ഉത്കണ്ഠ. ഈ ക്യൂരിയോസിറ്റി, ഈ ഉത്കണ്ഠ ചിന്താശേഷിയുള്ള എല്ലാവരുടേതുമാണ്, എൻ്റേത് മാത്രമല്ല. ഒരു മുസ്ലിമോ ദളിതനോ ആക്രമിക്കപ്പെട്ടാൽ സ്വാഭാവികമായും ഇന്ത്യയിൽ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് അതൊരു വാർത്താ പ്രാധാന്യമില്ലാത്ത കാര്യം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് ഇത് രണ്ടുമല്ലാത്ത ഒരാളാണെന്നാണ് പേര് കൊണ്ടും മറ്റ് ഐഡന്റിറ്റി കൊണ്ടും മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ അവസ്ഥയിൽ ഇത് ദളിതരിലോ മുസ്ലിങ്ങളിലോ മാത്രം ഒതുങ്ങുന്നില്ല. ഈ ഭ്രാന്ത്, ഈ മൃഗസ്നേഹം, ഇത് മറ്റു വിഭാഗങ്ങളിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ പ്രതിപക്ഷത്തിന് അവരുടെ രാഷ്ട്രീയ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായി ഇത് ഏറ്റെടുത്ത് ഒന്നുകിൽ രാജ്യത്തെ മാംസക്കയറ്റുമതി സ്ഥാപനങ്ങൾ അടച്ചു മൂടണം പൂർണ്ണമായി, അതല്ലെങ്കിൽ ഈ ഇരട്ടത്താപ്പ്, ഈ ഇരട്ട നയം, ഈ വഞ്ചന, ആത്മവഞ്ചന അവസാനിപ്പിക്കണം. കാരണം ഒരു കൂട്ടം ഗുണ്ടകളെ തെരുവിലിറക്കി വിട്ടിട്ട് സാധാരണക്കാരായ നിസ്സഹാരായ സാധുക്കളായ വഴിപോക്കരെ ആക്രമിക്കുക പശുവിന്റെയും പട്ടിയുടെയും പേര് പറഞ്ഞ്. അതേ സമയത്ത് അതേ രാജ്യത്തിൽ അതേ സംസ്ഥാനത്ത് തന്നെ അതേ ഭരണകൂടം തന്നെ അനുമതി കൊടുത്തിട്ടുള്ള വിപുലമായ കയറ്റുമതി സ്ഥാപനങ്ങൾ അതേ മാംസം അതേ വസ്തു കയറ്റുമതി ചെയ്ത് കോടികൾ സമ്പാദിക്കുക, അവരിൽ നിന്ന് കോടികൾ സംഭാവന സ്വീകരിക്കുക. ഇത് കണ്ടില്ലെന്ന് നടിച്ച് കേട്ടില്ലെന്ന് നടിച്ച് വെറുതെ പാർലമെന്റിൽ ഇരുന്ന് സമയം കളയുന്ന MP-മാർ, ഒരു ചോദ്യോത്തരത്തിന് പോലും മാന്യമായി ഇരുന്നു കൊടുക്കാതെ സ്ഥലം വിടുന്ന MP-മാർ, ഞാൻ കേട്ട കാര്യങ്ങളാണിത്. അതിനു പുറമെയാണ് ഒരു ഉത്തരവാദപ്പെട്ട ചോദ്യങ്ങളും ചോദിക്കാതെ കൃത്യമായി അതിന്റെ പടി വാങ്ങി അതിന്റെ ആനുകൂല്യങ്ങളെല്ലാം ഭാവിച്ചുകൊണ്ട് സ്വന്തം തട്ടകങ്ങളിൽ വന്ന് വെറുതെ തെരുവോരങ്ങളിൽ വായിൽ തോന്നിയത് വിളിച്ചു പറയുക, പറയേണ്ടടുത്ത് പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ പറയാത്ത MP-മാർ, നമ്മുടെ പ്രതിനിധികൾ, ജനപ്രതിനിധികൾ ആ സഭകളിൽ പറയേണ്ടടുത്ത് പറയാതെ ചോദിക്കേണ്ടവരോട് ചോദിക്കാതെ നമ്മുടെ നാട്ടിൽ തിരിച്ചു വന്ന് നമ്മുടെ നാൽക്കവരകളിൽ അവർ വാചകം അടിക്കുകയാണ്. പിന്നെ നമ്മളോട് അയ്യോ അങ്ങനെ സംഭവിച്ചേ, ഇങ്ങനെ സംഭവിച്ചേ, ഭരണകക്ഷി അങ്ങനെ ചെയ്തേ ഇങ്ങനെ ചെയ്തേ എന്ന്. ഇത് നമ്മളോടാണോ പറയേണ്ടത്? ഇത് പറയാനല്ലേ ഇവരെ പ്രതിനിധികളാക്കി നമ്മുടെ ഭാഗം പറയാൻ വേണ്ടിയല്ലേ ഇവരെ അങ്ങോട്ട് അയച്ചിട്ടുള്ളത്. അവിടെ വിദഗ്ധമായി സഭ ബഹിഷ്കരിക്കുന്നു എന്ന വ്യാജേന ഇറങ്ങിപ്പോന്ന് സഭക്ക് കാര്യങ്ങൾ പാസ്സാക്കി എടുക്കാനുള്ള അവസരം സൃഷ്ടിച്ചു കൊടുക്കുക. അതല്ലെങ്കിൽ മിണ്ടാതെ, അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യാതിരിക്കുക സഭ, അല്ലെങ്കിൽ ചെയ്താൽ തന്നെ മിണ്ടാതിരിക്കുക. എന്നിട്ട് നമ്മുടെ നാട്ടിൽ തിരിച്ചു വന്ന് നമ്മളോട് വെറുതെ സങ്കടം പറയുക. ഇതിനെക്കുറിച്ചെല്ലാമാണ് നമ്മുടെ ഉത്കണ്ഠ, നമ്മുടെ ക്യൂരിയോസിറ്റി. അതായത് ഒരു രാജ്യം ഒരു ജനാധിപത്യ വ്യവസ്ഥ അനുസരിച്ച് പ്രതിനിധികളെ തിരഞ്ഞെടുത്ത് അയക്കുന്നത് ആ ജനങ്ങളുടെ വികാരം ആ സഭകളിൽ പ്രതിഫലിപ്പിക്കാൻ വേണ്ടിയാണ്. ഇത് രാജ്യത്ത് ഏതെങ്കിലും ഒരു നിശ്ചിത വിഭാഗത്തിന്റെ പ്രശ്നമല്ലല്ലോ. നടുത്തെരുവിൽ ഒരു ജനക്കൂട്ടം അക്രമാസക്തരായി നിയമം കയ്യിലെടുത്ത് വഴിയെ പോകുന്നവരെ തല്ലിക്കൊല്ലുക എന്ന് വെച്ചാൽ ഇതിനെതിരെ പ്രതികരിക്കേണ്ട ഭരണകൂടത്തിന് അതിൻ്റെതായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കാം, സ്ഥാപിത താല്പര്യങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ ചോദിക്കേണ്ട പ്രതിപക്ഷത്തിനല്ലേ കൂടുതൽ ഉത്തരവാദിത്വം ഈ കാര്യം സഭയിൽ എടുത്തിട്ട് അതിന് കൃത്യമായ ഒരു മറുപടി കിട്ടുന്നത് വരെ അവർക്ക് എന്തുകൊണ്ടൊരു സമര മാർഗം സ്വീകരിക്കാനാവുന്നില്ല? അതിനെക്കുറിച്ചാണ് ഉത്കണ്ഠ എന്ന് പറഞ്ഞത്. 2026 ആഗസ്റ്റ് 13 കണക്കനുസരിച്ച് പ്രതിപക്ഷത്തിൽ ലോക്സഭയിൽ 225 അംഗങ്ങളും രാജ്യസഭയിൽ 90 മുതൽ 100 വരെ അംഗങ്ങളും ഉണ്ടെന്നാണ് കണക്ക്. രണ്ട് സഭകളിലും കൂടി 300 ചില്ലാനം 315 325ഓളം അംഗങ്ങളുണ്ട്. 543 അംഗ ലോകസഭയിലെ നമ്മുടെ BJP-യുടെയും പ്രതിപക്ഷ കക്ഷികളുടെയും കണക്ക് അതിവിടെ വിവരിക്കുന്നതിൽ അർത്ഥമില്ല. പക്ഷേ പ്രതിപക്ഷ നിരയിൽ മാന്യമായ ഒരു അംഗസംഖ്യ ഉണ്ടായിട്ടും ഒരക്ഷരം ഉരിയാടാനാവാതെ രാജ്യത്തെ നിർണായകമായ നീറുന്ന പ്രശ്നങ്ങൾക്കെതിരെ ഒരു വാക്കും ഉച്ചരിക്കാതെ ഭരണകക്ഷിയെ അവരെ പാട്ടിന് വിട്ടുകൊണ്ട് ഇവർ അവരുടെ സൗകര്യങ്ങളും ആനുകൂല്യങ്ങളും മാത്രം നോക്കിക്കൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾ അവരുടെ വേണ്ടത്ര അറ്റൻഡൻസ് പോലും കൊടുക്കാതെ, വേണ്ട ചോദ്യങ്ങൾ ചോദിക്കാതെ അവരുടെ നിയമസാമാജികത്വം, നിയമസഭാ അംഗത്വം പാഴാക്കി കളയുന്നല്ലോ എന്ന വേവലാതിയും നമുക്കുണ്ട്. അന്ധമായ രാഷ്ട്രീയ ഭ്രാന്തി പിടിച്ച പാർട്ടി പക്ഷപാതമുള്ള ആളുകൾ ഇതിന് മറുപടി പറഞ്ഞു കൊണ്ടുവരും. നമ്മുടെ MP-മാർ അവിടെ ചെയ്യുന്നതെല്ലാം കണ്ടോ, എല്ലാം കണ്ടിട്ടാണോ ഇത് പറയുന്നത്? ഇതേക്കുറിച്ച് ഒന്നും ചെയ്യുന്നില്ല എന്ന വാദമേ എനിക്കില്ല.
തീർച്ചയായും നിരവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, രാജ്യം മുന്നോട്ട് പോകുന്ന അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം. പക്ഷേ എങ്കിലും ഈ നടുത്തെരുവിലെ ഈ കൊലകളെ കുറിച്ച് എന്തുകൊണ്ട് അവർ വാ തുറക്കുന്നില്ല? വേണ്ട. അതുമല്ലെങ്കിൽ ഈ മാംസ കയറ്റുമതിക്കെതിരെ എന്തുകൊണ്ടൊരു പൊതുജന പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ ഇവർക്കാവുന്നില്ല? ഇത്രയും രാഷ്ട്രീയമായ കപ്പാസിറ്റി ഉണ്ടായിട്ടും സാധ്യതകൾ ഉണ്ടായിട്ടും ഇതിനെക്കുറിച്ച്, അതല്ലെങ്കിൽ ഇത് രണ്ടുമല്ലെങ്കിൽ രാജ്യത്തിന്റെ മാംസ കയറ്റുമതിയും രാജ്യത്തെ മാംസ കഴിച്ചതിന്റെ പേരിലുള്ള കൊലയും തമ്മിൽ താരതമ്യപ്പെടുത്തി എന്തുകൊണ്ടൊരു സംഭാഷണം നടത്താൻ, ഒരു ചോദ്യം ഉന്നയിക്കാൻ ഇവർക്കാവുന്നില്ല? ഇതാണ് നാം പറയുന്നത്. ഇതല്ലാതെ രാജ്യത്ത് ഇവർ വിളക്കുകാൽ സ്ഥാപിച്ചതോ ബസ് സ്റ്റാൻഡ് കിട്ടിയതോ മറ്റ് റോഡ് നിർമ്മാണത്തിന് അനുമതി നൽകിയതോ ഇതൊന്നും ഇല്ല എന്ന് പറയുന്നില്ല, നിഷേധിക്കുന്നില്ല. പക്ഷെ ഈ കാര്യം കൂടി എന്തുകൊണ്ടാണ് അവർക്ക് പറയാനാവാത്തത്? എന്നിട്ട് അതിന്റെ പേരിൽ എന്തുകൊണ്ടാണ് പിന്നെ ജനങ്ങളോട് ഇവിടെ വന്ന് വിലപിക്കുന്നത്? അതല്ലെങ്കിൽ മിണ്ടാതിരിക്കുക, ഇത് നമ്മുടെ തലവിധിയാണെന്ന് കരുതി സഹിക്കാൻ ജനങ്ങളെ ഉത്ബോധിപ്പിക്കുക. ഇതാണ് അവർക്ക് ചെയ്യാനുള്ളത്. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്താൽ അത് നിർവഹിക്കാനുള്ള ശേഷി ഉണ്ടായിരിക്കണം, അതല്ലെങ്കിൽ ആർജവം ഉണ്ടായിരിക്കണം, അതല്ലെങ്കിൽ അതിനുള്ള ആത്മാർത്ഥതയെങ്കിലും ഉണ്ടായിരിക്കണം. ഇതില്ലാത്ത ജനപ്രതിനിധികളെ കുറിച്ചുള്ള പ്രതിഷേധമാണ് ഈ ഉത്കണ്ഠ, ക്യൂരിയോസിറ്റി എന്നെല്ലാം തുടക്കത്തിൽ പറഞ്ഞത്. ഏതായാലും നമ്മുടെ ജനപ്രതിനിധികൾ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നു എന്ന കാര്യത്തെ അംഗീകരിച്ചു കൊണ്ട് തന്നെയാണ് ഈ പറയുന്നത്. അവർ ഈ വിഷയത്തിൽ അവർ ഒളിച്ചു കളിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നാം പറയാൻ ഉദ്ദേശിക്കുന്നത്.